എൻ്റെ സ്ഥാനത്ത് വേറെ ആരും ഇത് ചെയ്യത്തില്ല. 51 വയസ്സായി, ഞാൻ ഒരിക്കൽ പോലും ഒന്ന് സന്തോഷത്തോടെ ജീവിച്ചിട്ടില്ല. മാറി വരും. നമ്മളിതാ ബിരിയാണി കച്ചവടമൊക്കെ പുതിയതായിട്ട് തുടങ്ങാൻ പോവില്ലേ. ഇത് കാണുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ടേക്ക് ആരെങ്കിലും ഒക്കെ വരും. എല്ലാം നടക്കും. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ അതാ കൃഷ്ണപുരത്തെ ബിന്ദു ചേച്ചിയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. ആ വീഡിയോ കണ്ട എല്ലാവർക്കും അന്നുള്ളിലൊരു വല്ലാത്തൊരു വേദന തോന്നിയതാണ്. അത്രയും സങ്കടത്തോടു കൂടിയാണ് അന്ന് ബിന്ദു ചേച്ചി പറഞ്ഞത് ജീവിക്കാനൊരു മാർഗ്ഗമില്ല എന്നുള്ള നിലയ്ക്ക് ആ വീഡിയോ പറഞ്ഞത്. പക്ഷേ ആ വീഡിയോ കണ്ട മുഴുവൻ ആളുകളും ബിന്ദു ചേച്ചിനെ ചേർത്ത് പിടിച്ചു. അപ്പം നമ്മൾ ഫോളോ അപ്പ് നടത്തണേന്ന് പറഞ്ഞിട്ട് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഇപ്പോൾ ഈ ചേച്ചിയുടെ കച്ചവടമൊക്കെ നന്നായെന്ന്. അപ്പോൾ കച്ചവടമൊക്കെ ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവെക്കണത്. അതിൻ്റെ അന്ന് കരഞ്ഞോണ്ടാണ് വീഡിയോ ഇട്ടത്. ഇന്ന് നമ്മൾ ഒരുപാട് സന്തോഷത്തോടു കൂടി അവിടെ നിൽക്കുന്നത്. ബാക്കി വിശേഷങ്ങളൊക്കെ ചേച്ചി പറയും. തുടക്കം 4 കിലോ ആയിരുന്നു. എത്ര വരെയൊക്കെ വെച്ചു? 150 കിലോ വരെ വെച്ച്. ഒരുപാട് പേര് എന്നെ വിളിച്ച് ആശ്വസിപ്പിച്ചവരുണ്ട്, സഹായിച്ചവരുണ്ട്, പ്രാർത്ഥിച്ചവരുണ്ട്. എല്ലാവർക്കും ഒരു 100,000 നന്ദിയുണ്ട്. നമ്മളന്നേ 4 കിലോ അരിയുടെ ബിരിയാണിയും കൊണ്ട് അന്ന് വന്നത്. ഇന്ന് ഏകദേശം 50 കിലോ അരിയുടെ ബിരിയാണി വരേണ്ടത്. ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഇത്രയും. എന്നാൽ പോലും ആ ഒരു എന്നെ കരഞ്ഞിട്ടാണ് ചേച്ചി വിന്ദേച്ചി എന്നെ ഫോൺ വിളിക്കുന്നത്. ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ വരുമോ, ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിക്കുന്നത്. പക്ഷെ എനിക്കും പ്രതീക്ഷയൊന്നുമില്ല. ഞാൻ ചേച്ചി ഞാൻ വന്ന് നോക്കാം, പറ്റുന്നത് വെക്ക്. അങ്ങനെയാണ് അന്ന് 4 കിലോ അരിയുടെ ബിരിയാണിയും വെച്ച് നമ്മളിവിടെ വന്ന് ആ വീഡിയോ പോസ്റ്റ് ചെയ്തത്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം ഞാൻ വീഡിയോ ഇട്ടുകൊണ്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ ഇത്രയും മനുഷ്യർ ഇവിടെ ചേച്ചിയെ തേടി വരാനും നാനാ ഭാഗത്തു നിന്ന്, ലോകത്തിൻ്റെ നാനാഭാഗത്ത് എവിടെയൊക്കെ മലയാളികളുണ്ടോ അവിടെ നിന്നൊക്കെ ചേച്ചിനെ ഫോൺ വിളിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ സാമ്പത്തിക സഹായം കൊടുത്തവരുണ്ട്, വിളിച്ച് ആശ്വസിപ്പിച്ചവരുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞവരുണ്ട്. അതൊക്കെ ഭയങ്കര ധൈര്യമാണ്. പിന്നെ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മാഡം ഇന്ന് 8 കിലോൻ്റെ അരി വെച്ചു, 10 കിലോ ആയി, അങ്ങനെ ഓരോ ദിവസവും ചേച്ചി എന്നെ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഇന്ന് ഇതാപ്പോൾ കണ്ടോ ഒരുപാട് സന്തോഷം. എനിക്ക് സന്തോഷം സങ്കടമൊക്കെ ഒരുമിച്ച് വരുന്നുണ്ട്. സങ്കടത്തിൽ വിഷമം കൊണ്ടല്ല കേട്ടോ, നമുക്ക് അത് ആനന്ദ കണ്ണീരായിരുന്നേ, സങ്കടം കൊണ്ട് കരഞ്ഞതല്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ ചേച്ചി ആയാലും ഭയങ്കര ഹാപ്പിയാണ്. ഇത്രയും കച്ചവടമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടങ്ങി പിന്നെ മുടങ്ങിപ്പോയി. അങ്ങനെ ഇതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. ചേച്ചിയുടെ അസുഖങ്ങളും ഒക്കെ ഉണ്ട്. എന്നാലും അതിൻ്റേതായിട്ടുള്ള വയ്യായികളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊരു സന്തോഷമല്ലേ. രാവിലെ എണീറ്റ് ഇങ്ങനെ ചെയ്യുന്നു, കുറേ മനുഷ്യർ ഇവിടെ കാത്തു നിൽക്കുന്നു. ഞങ്ങൾ വന്നപ്പോഴും കുറച്ച് പേര് ഇവിടെ നോക്കിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിച്ചിട്ടില്ല, കഴിച്ച് നോക്കണം. രാവിലെ വന്നത് നമ്മൾ ബിരിയാണി കുക്ക് ചെയ്യുന്ന സമയത്തെ അവിടെ എത്തി. അന്നും ഞാൻ വീട്ടിൽ നിന്ന് തന്നെയാണ് ഷൂട്ട് ചെയ്ത് കാണിച്ചു തന്നത്. കാരണം പലപ്പോഴും നമ്മൾ ഈ റോഡ് സൈഡിൽ നിന്നൊക്കെ ഭക്ഷണം വാങ്ങുമ്പോൾ നമുക്കുള്ളൊരു ആശങ്കയാണ്, ഇതൊക്കെ എങ്ങനെയാണോ വൃത്തിക്കൊക്കെ ആണോ ഉണ്ടാക്കണേ എന്നൊക്കെ ഒരു സംശയം തോന്നില്ലേ. അതുകൊണ്ടാണ് അന്നും അങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ ഷൂട്ട് ചെയ്തത്. ഇന്നും നമ്മൾ വീട്ടിൽ നിന്ന് കുക്കിംഗ് മുതൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവർ ഇനി ഇതിൽ പോകുമ്പോൾ ഒന്ന് മേടിച്ച് കഴിച്ച് നോക്കിക്കോ. എനിക്ക് 100-ന് 101% ഗ്യാരണ്ടിയാണ് ചേച്ചിയുടെ ബിരിയാണി. കാരണം അത്രയ്ക്ക് ഇതാണ്. ഒരൊറ്റ ആൾ പോലും ഇവിടെ വന്ന് ബിരിയാണി മേടിച്ചിട്ട് അവിടെ നിന്ന് ബിരിയാണി മേടിച്ചു 130 രൂപയ്ക്ക് അത് നഷ്ടമാണെന്നോ അല്ലെങ്കിൽ ഇത് കൊള്ളില്ല എന്ന് എനിക്ക് കമൻറ്റ് ഇട്ടിട്ടില്ല കേട്ടോ. എല്ലാവരും പേഴ്സണലി ഒക്കെ എനിക്ക് മെസ്സേജ് അയച്ചു, സൂപ്പർ ബിരിയാണിയാണ്, മേടിച്ചു, കഴിച്ചു, 2 ആൾക്ക് കഴിക്കാൻ വേണ്ടുന്ന അത്രയും ക്വാണ്ടിറ്റി ഉണ്ട്, അങ്ങനെയൊക്കെയാണ്. എല്ലാം നല്ല കമൻറ്റുകളായിരുന്നു വന്നത്. അപ്പോൾ ഇനി ഇച്ചിരി തിരക്ക് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് കഴിക്കാം. $25 കിലോ മുതൽ 40 കിലോ വരെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ആളുകൾ വരുമ്പോഴെല്ലാം ഇല്ല എന്ന് പറഞ്ഞു തീർക്കുക. ഒരു പരിധി കൂടുതൽ ഉണ്ടാക്കാൻ നമുക്ക് സൗകര്യമില്ല. എനിക്ക് പാത്രങ്ങളൊന്നുമില്ല. 2-3 പാത്രമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാമായിരുന്നു. വേണ്ട, ഇതാണ്ട ഇപ്പോഴും ഇവരെല്ലാം ഇവിടെ വന്ന് മേടിക്കുന്നവരാ. പക്ഷെ ഒരുപാട് വിഷമമുണ്ട് ഇല്ലെന്ന് പറയുന്നതിനകത്ത്. എന്നെ പ്രതീക്ഷിച്ച് സ്ഥിരമായിട്ട് എൻ്റെ ഇടയ്ക്ക് നിന്ന് മേടിക്കുന്നവരെ ഇവരൊക്കെ. അപ്പം ഇപ്പം ഇങ്ങനെ വന്നേച്ച് പോകുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. പക്ഷെ എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതല്ല. ഇനി ഒരു പാത്രം മേടിപ്പോ കാര്യങ്ങളോ ഒന്നും പറ്റത്തില്ല. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ബ്ലോഗിൻ്റെ അടിയിൽ ഒരാൾ കമൻ്റ് ഇട്ടേക്കുന്നു 130 രൂപയ്ക്ക് കൊടുത്താലും ലാഭം ഇല്ലെന്ന്. എനിക്ക് സമ്മതം. ഇവിടെ വന്നൊന്ന് ഒരു ദിവസം അവരൊന്ന് കച്ചവടം ചെയ്ത് നോക്കട്ടെ. ഞാൻ കൊടുക്കുന്ന സാധനം ഞാൻ പറയുന്ന അളവിൽ വിറ്റേച്ച് എനിക്ക് അതിൻ്റെ മുതൽ തന്നാൽ മതി, ലാഭം തരണ്ട. അല്ല ചേച്ചി, നമ്മൾ ഈ വീഡിയോ കാണുന്ന സാമാന്യ ബുദ്ധിയുള്ളവർ ചിന്തിക്കും, കാരണം അത്രയും ബിരിയാണിയാണ് കൊടുക്കുന്നത്, ഇത്രയും ചിക്കൻ പീസും വെച്ച് അങ്ങനെയല്ലേ കൊടുക്കുന്നത്. കാര്യം വലിയ കടയിലെ വെട്ടുന്ന 120 ഗ്രാം പീസ് തന്നെ ഞാൻ ഇവിടെ വെട്ടുന്നത്. ഇപ്പൊ വെളിച്ചെണ്ണയുടെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 രൂപയ്ക്ക് അടുത്തെത്തിയിട്ടുണ്ട്. എനിക്ക് ദിവസം 8 കിലോ വെളിച്ചെണ്ണ വേണം. അപ്പൊ എനിക്ക് ഇതിനകത്ത് നിന്ന് എന്തോ ലാഭമുണ്ട്. എൻ്റെ വീട്ടിൽ ഇരുന്നിട്ട് 1 രൂപ എനിക്കാരും തന്നിട്ടില്ല. പിന്നെ എന്നോട് പലരും വിളിച്ചു ചോദിച്ചു എൻ്റെ ഭർത്താവിന് ജോലി ചെയ്യാൻ വയ്യായോ. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 23 വർഷമായി. പിന്നെ അയാൾ എങ്ങനെ ജോലി ചെയ്ത് എനിക്ക് കൊണ്ട് തരാനാണ്? ഉള്ളപ്പോഴും എനിക്കൊന്നും തന്നിട്ടില്ല, കുടിക്കാൻ തികയത്തില്ലായിരുന്നു. പിന്നെ എങ്ങനെ എനിക്ക് തരാനാ?
കാര്യമില്ല, ഇപ്പൊ അതൊക്കെ ഒന്ന് മാറി നമ്മൾ പിന്നെ രക്ഷപ്പെട്ടോണ്ടിരിക്കുകയല്ലേ. ഇപ്പം എന്നെ ഒരുപാട് പേര് എന്നെ വിളിച്ച് ആശ്വസിപ്പിച്ചവരുണ്ട്, സഹായിച്ചവരുണ്ട്, പ്രാർത്ഥിച്ചവരുണ്ട്. എല്ലാവർക്കും ഒരു 100,000 നന്ദിയുണ്ട്. കാര്യം ഞാൻ തിരിച്ചു വരുത്തില്ല, ഞാൻ നശിച്ചു പോയി എന്ന് പറഞ്ഞ ആളുകളുടെ മുമ്പിൽ നിന്ന് ഞാൻ ഇത്രത്തോളം മുന്നേറി വന്നു. ഞാൻ ചെന്നിടത്തുനിന്ന് എനിക്ക് ഞാൻ പട്ടിണി കിടന്നപ്പോൾ ഓരോരുത്തർ ഞാൻ ചെന്നപ്പോൾ അവർ കഴിച്ചുകൊണ്ടിരുന്ന ആഹാരം എടുത്ത് അകത്ത് വെച്ച ആളുകളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ആ മേഡം ദൈവത്തെ പോലെ എൻ്റെ അടുക്ക വരുന്നത്. ഒരുപാട് നന്ദിയുണ്ട് മേഡത്തിനോട്. ലോകരെ അറിയിച്ച് എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടെന്നും എൻ്റെ വീട്ടിൽ വന്ന് ആ വീഡിയോ ചെയ്ത്, എൻ്റെ വീട്ടിൽ വന്ന് ചെയ്തേല, അല്ല റോഡിൽ വന്ന് ചെയ്തേലല്ല, ഞാൻ ആ ചെയ്യുന്ന ബുദ്ധിമുട്ടും. ഇപ്പം തന്നെ മഴ പെയ്ത് വെള്ളം കയറി ഞാൻ അടുപ്പിൽ നിന്ന് ചാരവും വെള്ളവും കൂടെ രാവിലെ വാരിക്കൊണ്ട് തീ കത്തിക്കുന്നത്. കാര്യം അത്രമാത്രം ബുദ്ധിമുട്ട്. എന്നാലും ഞാനിതീ വരുന്നത്. കഴിഞ്ഞ ഒരു 5 ദിവസം ഞാൻ വന്നില്ല. ഇടയ്ക്കിടയ്ക്ക് വരാത്ത ദിവസങ്ങളുണ്ട്. എനിക്ക് സുഖമില്ല, വയ്യാണ്ടാവും. ഒരുപാട് പേര് എറണാകുളത്തു നിന്നൊക്കെ വന്ന് മേടിക്കും. മേഡത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് വന്ന് മേടിച്ചവരുണ്ട്. ഇടുക്കിയിൽ നിന്ന് വന്നവരുണ്ട്, കൊട്ടാരക്കരയിൽ നിന്ന് വന്നവരുണ്ട്, പന്തളം, നൂറനാട്, ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുകൂടാതെ വന്നത് മാത്രമല്ല, അതുകൂടാതെ ഒരു 1300 രൂപ ഒരാളിട്ട് വന്നേച്ച് പറഞ്ഞ്, മേഡം എനിക്ക് അവിടെ വന്ന് മേടിക്കാൻ പറ്റത്തില്ല, ആ 10 ബിരിയാണി ഏതേലും പാവത്തുങ്ങൾക്ക് കൊടുത്തേക്കാനെന്ന്. ഞാനൊരു 10 ബിരിയാണിയല്ല 20 ബിരിയാണിയല്ല ചോദിച്ചു നോക്കാം. ദിവസം ഇന്നേ ഉള്ള ആരും വരാഞ്ഞ് ദിവസം ഒരു 2 ബിരിയാണിയെങ്കിലും ആർക്കെങ്കിലും കൊടുക്കും. ഒരാൾ ഒരു 130 150 ഇട്ടേച്ച്, ഇത് പത്തനംതിട്ടയെന്നാണ് ഇട്ടേച്ച് പറഞ്ഞ്, ചേച്ചി ഞാനൊരു ഇത്രയും രൂപ ഇട്ടിട്ടുണ്ട്, അതിനൊരാൾക്ക് ബിരിയാണി കൊടുക്കണം. അന്ന് തന്നെ 3 പേർക്ക് അന്ന് ഞാൻ കൊടുത്തു. അങ്ങനെ ഓരോരുത്തർക്കും കൊടുക്കുന്നു. ഞാൻ ഒരു അന്നം കൊടുത്തെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ പാത്രത്തിൽ ഇതുവരെ മുട്ട് വന്നിട്ടില്ല. അത് വരൂല ചേച്ചി, ഇതുവരെ മുട്ട വന്നിട്ടില്ല. പക്ഷേ പിന്നെ ഇവിടെ വന്നേച്ച ആളുകൾ അലമ്പും മഴക്കും ഉണ്ടാക്കിയേച്ച് ഞാനൊരു 10 പേർക്കുള്ള ആഹാരം ഇരിക്കുമ്പോൾ പിന്നെ അതിൽ കൂടുതൽ ആളുകൾ വരുമ്പോൾ പറയും നിൽക്കണ്ട, അത്രയും നേരം നിന്നേച്ചില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് വിഷമമില്ല. അന്നേരം ചോദിക്കുന്ന ബാക്കി എന്തിനാടി നിന്റെ അമ്മക്ക് കൊടുക്കാനാണ്. എൻ്റെ അമ്മ മരിച്ചിട്ട് 2 വർഷം പോലും ആയില്ല. എനിക്ക് വേറെ ആരും ഇല്ലാത്തോളാം. എൻ്റെ അമ്മയെ പറയേണ്ട കാര്യമൊന്നുമില്ല. ആളുകളുടെ മര്യാദ എൻ്റെ അമ്മ എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു അന്ന് എൻ്റെ അമ്മയെ പറഞ്ഞപ്പോൾ. പിറ്റേന്ന് ഞാൻ 2 ദിവസം ഇവിടെ വന്നില്ല. ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത ആ തിരക്കിന്റെ ഇടയിൽ വന്നിട്ടേ അങ്ങനെയൊക്കെ വിളിച്ചു അവര് ഒരുപാട് പേര് അന്നേരം വഴക്ക് പറഞ്ഞു, നിങ്ങൾ ഇത്ര വിവരക്കട അടിക്കാനൊക്കെ ചെന്നും വേറെ കുറെ പേര് അങ്ങനെ ഒരുപാട്. പിന്നെ അതുകൂടാതെ സെറ്റിങ് വരുന്നുണ്ട് എനിക്ക്. പിന്നെ 28 കെട്ട് നിശ്ചയം ഓർഡറായിട്ട് വരുന്നുണ്ട്. 300 200 കൊട്ടാരക്കര വരെ ഇവിടുന്ന് പോയി ഓർഡർ. ചേച്ചി ഇപ്പൊ അങ്ങനെ ഞായറാഴ്ച അങ്ങനെ അവധിയൊന്നുമില്ല? ഇല്ല, ഞായറാഴ്ച കഴിഞ്ഞൊരു ദിവസം, ഒന്നെങ്കിൽ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഏതെങ്കിലും ഒരു ദിവസം ഞാൻ അവധി എടുക്കും. നമ്പറിൽ വിളിച്ചിട്ട് വരണം, ദൂരെന്ന് നമ്പറുണ്ട്, ആ നമ്പറിലൊന്ന് വിളിച്ചാൽ മതി. വിളിച്ചാൽ പിന്നെ വാർപ്പുകാരൊക്കെ ഒരുപാട് പേര് വന്നേച്ച് 25 50 ഒക്കെ എൻ്റെ മേടിക്കും. നേരത്തെ ആണെങ്കിൽ സാധാ ചിക്കൻ ബിരിയാണി മാത്രമായിരുന്നു, ഇപ്പം ദം ബിരിയാണി ഉണ്ട്. ഇവിടെ കഴിച്ചു നോക്കിയ എല്ലാ ആളുകൾക്കും അത്ര നല്ല അഭിപ്രായമായിരുന്നു. കമൻറ്റ് ഇട്ടു, വീഡിയോൻ്റെ അടിയിൽ എനിക്ക് മെസ്സേജ് ഇട്ടുമൊക്കെ ചെയ്തു. അപ്പം ഞാനിന്ന് നമ്മൾ ചിക്കൻ അല്ലേ കഴിച്ചപ്പോൾ ചിക്കൻ തന്നെയാണ്, പക്ഷെ അതിൽ ദം ബിരിയാണി ആട്ടോ ഇന്ന് കഴിച്ചു നോക്കണേ. ലൊക്കേഷനൊന്നും മാറിയിട്ടില്ല, അന്നത്തെ പോലെ തന്നെ കൃഷ്ണപുരം കൊട്ടാരത്തിൻ്റെ മുന്നിൽ ഇവിടെ കൃഷ്ണപുരം അമ്പലമുണ്ട്, അതിൻ്റെ മുന്നിലായിട്ട്. നേരത്തെ റോഡിൻ്റെ അപ്പുറ സൈഡായിരുന്നു, ഇപ്പോൾ അവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് മാറ്റിയെന്ന് മാത്രം, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഞാൻ നമ്പറും കൂടി കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വിളിച്ചിട്ട് വരണം കേട്ടോ. അപ്പോൾ ദൂരെ നിന്നൊക്കെ വന്നവർക്ക് കിട്ടാണ്ടൊക്കെ പോയി. അതെന്നാന്ന് വെച്ചാൽ ഈ 1 മണി കഴിയുമ്പോഴേക്കും അങ്ങ് തീരും, ആളുകൾ വരുന്നുണ്ടേ. അടിപൊളി ബിരിയാണി. ചേച്ചിക്ക് ഒരു പ്രത്യേക ഒരു കഴിവാണ് കേട്ടോ. അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു ബിരിയാണി ലവർ ഒന്നല്ല, പക്ഷെ ഭയങ്കര ടേസ്റ്റാന്ന് ഞാൻ പറഞ്ഞില്ലേ. നമ്മൾ കൊണ്ടുവന്ന ബിരിയാണി എല്ലാം ഇതിപ്പോൾ തീർന്നു കേട്ടോ. ഒരുപാട് പേര് വന്നു, ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് വിടേണ്ടി വന്നു. അപ്പോൾ അതൊരു വലിയ സന്തോഷം കൂടിയാണ്. അങ്ങനെ നമ്മൾ തിരിച്ചു ചേച്ചി അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു ബിരിയാണി ചിലവായ ദിവസം വരെ ഉണ്ട്, തിരിച്ചു കൊണ്ടുപോയ ദിവസങ്ങളുണ്ട് എന്നൊക്കെ. അപ്പോൾ ഇപ്പം എന്തായാലും നമ്മൾ തിരിച്ചു കൊണ്ടുപോകണില്ല എന്ന് മാത്രമല്ല, കൊണ്ടുവന്നതെല്ലാം തീർത്തേച്ചാണ് പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി മാറ്റി വെച്ചേക്കണയാണ്. സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് നന്ദി. കാരണം എത്ര പറഞ്ഞാലും മതിയാവില്ല. ചേച്ചി എന്നെ, ഞാൻ പറഞ്ഞില്ല, എന്നെ അത്രയും കരഞ്ഞിട്ട് എന്നെ വിളിക്കുമ്പോൾ ചേച്ചി ഇനി ജീവിക്കണ്ടെന്നൊക്കെ തോന്നിയൊരു സാഹചര്യത്തിൽ നിന്നിട്ട് എന്നെ ഫോണിൽ വിളിക്കുന്നത്. അപ്പോൾ ഞാനാണ് വിളിച്ചത്, ചേച്ചി 4 ബിരിയാണിയെങ്കിൽ 4 ബിരിയാണി തുടങ്ങിക്കോ, ഞാൻ വന്ന് വീഡിയോ എടുക്കാം, കുറച്ച് പേരെങ്കിലും വരും എന്ന് പറഞ്ഞു. അപ്പോൾ അത് എനിക്കങ്ങനെ ഉറപ്പൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ നമുക്കൊരാളോട് കൊടുക്കാൻ പറ്റുന്നത് ഒരു ധൈര്യമാണ് മനസ്സിന്.
അതാണ് കൊടുത്തത്. ചേച്ചി അത് അടിപൊളിയായിട്ട് ചേച്ചി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇന്നും ഈ നിമിഷം വരെ ഒരാൾക്കും ഇവിടുത്തെ ബിരിയാണി കഴിച്ചിട്ട് ഒരു തെറ്റും പറയാനില്ല. അതാണ് വിജയം എന്ന് പറയുന്നത്. ചിലരോട് നമ്മൾ പറഞ്ഞിട്ട് അതേമാതിരി തന്നെ എല്ലാം കൊടുക്കണമെങ്കിൽ ആളുകൾ കംപ്ലയിൻറ്റ് ചെയ്യും. നിങ്ങൾ പറഞ്ഞിട്ട് ഇതാണ് ഞങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ കിട്ടിയില്ല എന്നൊക്കെ പറയും. ഇതിപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടി ഇച്ചിരി ടേസ്റ്റൊക്കെ എടുത്തതാണ്. ഇതല്ല ഇവിടുത്തെ ബിരിയാണിയുടെ അളവ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല പാഴ്സൽ പൊതിയുമ്പോൾ. അപ്പോൾ അത്രയും ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ചേച്ചി പോണത്. അപ്പോൾ ഇനിയും നിങ്ങളുടെ ചെറിയ സഹായങ്ങളൊക്കെ വേണം. അപ്പം ചേട്ടൻ ഇതിലൊക്കെ കൂടി സഹായിക്കുന്നുകൊണ്ടാണ് ഇപ്പോൾ എത്രതായിട്ട് പോകണം കേട്ടോ. കാരണം ചേച്ചിനെ കൂടെ ഒറ്റയ്ക്ക് പറ്റൂല, ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. എന്നാലും ഇങ്ങനെ കൂടെ കട്ടയ്ക്ക് നിൽക്കാൻ വേണ്ടി 2 പേരും കൂടി വന്നുകൊണ്ട് ഉഷാറായി പോവുകയാണ് കാര്യങ്ങളൊക്കെ. ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ ബിരിയാണി കയറി കഴിച്ച് നോക്കണം. പിന്നെ ദൂരെ നിന്ന് വരുന്നവരാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്ന് വിളിച്ചേച്ചും വരണം, അല്ലെങ്കിൽ കിട്ടൂല. അതങ്ങനെയാണ്. ഒരുപാട് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളില്ല. ചേച്ചി വീടിൻ്റെ മുറ്റത്ത് അടുപ്പ് കൂട്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരു വലിയ പാത്രമൊക്കെ മേടിക്കണമെങ്കിൽ ഏതാണ്ട് 1 ലക്ഷം രൂപ അടുപ്പിച്ച് വേണം. അത്രയുള്ള നല്ല ഉരുളിയും വാർപ്പും ഒക്കെ മേടിക്കണമെങ്കിൽ. അപ്പോൾ ചേച്ചിനെ കൊണ്ട് ഇപ്പോൾ അത് കൂട്ടിയാൽ കൂടില്ല, പതിയെ നമുക്ക് നോക്കാം എന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുക. ഒരു വട്ടവും കൂടെ ചേച്ചിയുടെ വകയും എൻ്റെ വകയായിട്ട് എല്ലാവർക്കും നന്ദി. പുതിയ വിശേഷങ്ങളായിട്ട് ഇനിയും വരാം.